ഹലോ, ഞാനാ ലീല. എന്താ ലീലേ? ഒന്നുമില്ല, വെറുതെ വിളിച്ചതാ. ഇതെന്നെ ശരിയാകത്തെ? മാഡം മാഡം, ഞാൻ ഈ പട്ടാളത്തിലായിരുന്നപ്പോ ടി വി മാത്രമല്ല വലിയ റഡാർ വരെ ശരിയാക്കിയിട്ടുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. താങ്ക് യു. ബെന്നി, നീ ഇവിടെ വരാൻ പാടില്ല. മര്യാദയൊന്നും നീ എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നെപ്പറ്റി നീ എന്താ വിചാരിച്ചേ? അതുപോട്ടെ, നീ അവരെ വളരെ അന്ധമായിട്ട് വിശ്വസിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ നിന്നെ സംരക്ഷിക്കുന്നത്, അത്രേ ഉള്ളൂ. അതിനുള്ള പൈസ നമ്മൾ അവരിൽ നിന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. ഇനിയും വാങ്ങിക്കണം. പ്രസവം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടില്ലല്ലോ. നമ്മൾ ചോദിച്ച പൈസ അവര് തന്നു കഴിഞ്ഞു. ഞാൻ ചോദിക്കും, നിനക്കെന്ത് പോയി? അതല്ല ബെന്നി, പറയണത് കേൾക്ക്. എനിക്ക് അത്യാവശ്യമായിട്ട് പൈസ വേണം. ഒരു സിനിമാ പ്രൊഡക്ഷനിൽ ഞാൻ പാർട്ട്ണറാവാൻ പോവാ. പ്രസവം കഴിഞ്ഞാൽ നീയാണ് ആ പിക്ചറിലെ ഹീറോയിൻ. എന്റെ അടുത്ത് പൈസ ഇല്ല. എനിക്ക് അങ്ങനെ ഒരു ഹീറോയിൻ ആകുകയും വേണ്ട. ആദ്യം ഇവിടുന്ന് പുറത്തേക്ക് പോ. അവര് വരുന്ന സമയമായി. പേടിയോ? കൈ വിട് ബെന്നി. ഇത്രയും കാലം ഈ ഞാൻ നിനക്ക് വേണ്ടി കൊതിച്ച് കാത്തിരിക്കുകയായിരുന്നു. ബെന്നി, മര്യാദയ്ക്ക് സംസാരിക്ക്. മര്യാദ ഇങ്ങോട്ട് പാടി. എന്റെ വയറ്റിൽ ഒരു ജീവൻ വളരുന്നുണ്ട്. വേണ്ട ബെന്നി, പറയണത് കേൾക്ക്. നീ അനുസരിക്കില്ല അല്ലേ? ബെന്നി, ഇനി ഈ ഏരിയയിലെങ്ങനെ നിന്നെ കണ്ട നിന്റെ ശവമായിരിക്കും പിന്നെ ഇവിടുന്ന് പോവുക. ആരാ അത്?
അവനാണ് എന്റെ ഈ വിധിക്ക് കാരണം. നടന്നതല്ല ഒരു ദുസ്വപ്നമായിട്ട് വിചാരിച്ചിട്ട് സമാധാനമായിട്ടിരിക്കും. നിനക്ക് ഞാനുണ്ട്. ഐ വിൽ ഹെൽപ്പ് യു. ഇനി അവന്റെ ശല്യം ഉണ്ടാവുകയാണെങ്കിൽ എനിക്ക് ഫോൺ ചെയ്താൽ മതി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ, പോയി വിശ്രമിക്ക. ഗീത, ഒരു മിനിറ്റ്. ഈ പിസ്റ്റോൾ നീ കൈവച്ചോളൂ. എന്തെങ്കിലും അപകടം ഉണ്ടായാൽ ഇത് ഉപയോഗിക്കാം. ഗീതേ, നീ എന്താ ഈ കാണിച്ചത്? എന്റെ കുഞ്ഞിന്റെ അച്ഛനെ രക്ഷിക്കേണ്ടത് എന്റെ കടമയല്ലേ? മാത്രമല്ല, അവൻ ജീവനോടെ ഉണ്ടെങ്കിൽ വീണ്ടും ശല്യം ഉണ്ടാവും. ഇവിടെ നടന്ന കാര്യങ്ങൾ നമ്മൾ രണ്ടുപേരല്ലാതെ വേറെ ആരും അറിയാൻ പാടില്ല. ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതൊക്കെ ഞാൻ ആലോചിച്ച് ചെയ്തോളാം. നീ അകത്ത് പോ. വാ. ഹലോ, ബൽറാമല്ലേ? അതെ. ഞാൻ സതീഷാണ്. എത്രയും പെട്ടെന്ന് നീ ഇവിടെ വരണം. എവിടെ വരണം? ഓക്കെ ഓക്കെ. ഹലോ, അതെ അതെയോ, ഞാൻ ഇപ്പൊ തന്നെ വരാം. സിസ്റ്റർ, ഗീതയ്ക്ക് എങ്ങനെയുണ്ട്? ഒന്നും പേടിക്കാനില്ല. ഡോക്ടർ അകത്തുണ്ട്. ഇനി അരമണിക്കൂറിനുള്ളിൽ പ്രസവം ഉണ്ടാവും. ആന്റി, കുഞ്ഞെവിടെ? കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോയിരിക്കുക. കുട്ടിയെ എടുത്തോളൂ. വേണ്ട, ഇപ്പൊ വേണ്ട ആന്റി. തൊട്ടിലേക്ക് കിടത്തിക്കോളൂ. ആന്റി, ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. നിനക്കിപ്പോ സന്തോഷമായില്ലേ? വിചാരിച്ച പോലെ തന്നെ സംഭവിച്ചു. കുഞ്ഞും സതീഷിനെ പോലെ തന്നെയുണ്ട്. പെൺകുട്ടിയല്ലേ, കാണാൻ എന്റെ പോലുണ്ടായ സന്തോഷം തന്നെ. ഗീതേ, ഗീതേ, ലീലേ, ഗീത റെസ്റ്റ് എടുക്കട്ടെ. നമുക്ക് കുറച്ചു നേരം കഴിഞ്ഞ് വന്ന് കാണാം. നീ വാ.